മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ചക്രങ്ങളുടെ കണ്ടുപിടുത്തം. അത് പല വാഹനങ്ങളിലേക്കും വാഹനങ്ങൾ ഓരോ വ്യക്തിയുടെയും സ്വന്തമായ ആവശ്യങ്ങളിലേക്കും നമ്മുടെ ഇഷ്ടാനുസരണം സ്വന്തം വീട്ടുമുറ്റത്തും അവിടെ നിന്നും ലോകത്തെവിടേക്കും യാത്ര ചെയ്യാവുന്ന നിലയിലേക്ക് മാറി. എന്നാൽ ചക്രങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പും അതിനുശേഷവും മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു പക്ഷികളെ പോലെ ആകാശത്തിൽ പറക്കുക എന്നുള്ളത്. വിമാനങ്ങളുടെ വരവോടെ അത് കുറച്ചൊക്കെ പരിഹരിക്കപ്പെട്ടെങ്കിലും നമുക്കൊരു സ്കൂട്ടറോ ബൈക്കോ അല്ലെങ്കിൽ ഒരു സൈക്കിളോ പോലെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുടെ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നിയന്ത്രിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ ഈ ആഗ്രഹങ്ങൾക്ക് ചിറക് മുളയ്ക്കാവുന്ന ചില കണ്ടുപിടുത്തങ്ങളാണ് അടുത്തയിടയ്ക്ക് ഡ്രോണുകളുടെ ആവിർഭാവത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിലും ഒരു പടി കൂടി കടന്ന കണ്ടുപിടുത്തമാണ് പോളണ്ട് ആസ്ഥാനമായ ജെറ്റ്സൺ കമ്പനി നടത്തിയിരിക്കുന്നത്. അത് ജെറ്റ്സൺ 1 എന്ന മോഡലിലൂടെയായിരുന്നു. എന്നാൽ ജെറ്റ്സൺ 1നെ മറികടന്ന് ജെറ്റ്സണിന്റെ തന്നെ സഹസ്ഥാപകനായ തോമസ് പാറ്റാൻ മറ്റൊരു കണ്ടുപിടുത്തവുമായി വന്നിരിക്കുകയാണ്. അതാണ് വോളോനട്ട് എയർ ബൈക്ക്. കാഴ്ചയിൽ ഇത് ഒരു ബൈക്കിന്റെ രൂപം തന്നെയാണ് എന്ന് പറയാം. കൂടാതെ 2 ഹാൻഡിലുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ അടിയിൽ ഹെലികോപ്റ്ററിന്റേതുപോലുള്ള 2 ലാൻഡിംഗ് ഗിയറുകളും നൽകിയിരിക്കുന്നു. തീർന്നു. ഇതാണ് പുതിയ എയർ ബൈക്ക്. ഡ്രോണുകളിലെ പോലെ വലിയ പ്രൊപ്പല്ലറുകളില്ല, സുരക്ഷിതത്തിനായിട്ടുള്ള വലിയ റോൾ കേജുകളോ ചിറകുകളോ വലിയ ഡിസ്പ്ലേയോ വലിയ ക്യാബിനോ ഒന്നും തന്നെ ഇല്ല. നമ്മളൊരു സൂപ്പർ ബൈക്കിൽ പറ്റിച്ചേർന്നിരിക്കുന്നത് പോലെ ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഈ എയർ ബൈക്കിനുള്ളത്. എന്നാൽ നമ്മൾ വാഹനത്തിൽ നിന്നും തെറിച്ചു പോകാതിരിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ സ്റ്റെബിലൈസേഷൻ സിസ്റ്റവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ തറയിൽ നിന്ന് ഉയരുവാനും താഴാനും ഒക്കെ സാധിക്കും. പ്രത്യേകിച്ചൊരു മറയില്ലാത്തതിനാൽ 360 ഡിഗ്രി കാഴ്ചയാണ് നമുക്ക് ലഭിക്കുക. അത് നമ്മൾ ഒരു ബൈക്ക് ഭൂമിയിൽ നിന്നും അല്പം ഉയരത്തിൽ വെച്ചിട്ട് അതിൽ നിന്നും നമ്മുടെ ചുറ്റിലും കൂടാതെ താഴോട്ടുമൊക്കെ നോക്കുന്നത് പോലെയായിരിക്കും കാണപ്പെടുക. ഇതിന്റെ എഞ്ചിൻ സ്പെക്കും മറ്റു വിവരങ്ങളും ഒന്നും കമ്പനി ഇതുവരെയും പറഞ്ഞിട്ടില്ല എങ്കിലും ഈ എയർ ബൈക്കിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ഹോവർക്രാഫ്റ്റ് ജെറ്റ് എഞ്ചിനാണ്. എന്നാൽ ഈ എയർ ബൈക്കിന്റെ ഭാരം ഒരു സൂപ്പർ ബൈക്കിന്റെ 7/1 മാത്രമായിരിക്കും. അതായത് ഏകദേശം 40-50 കിലോ മാത്രമായിരിക്കും. കാരണം ഈ എയർ ബൈക്കിന്റെ ഫ്രെയിമുകളും മറ്റ് പാർട്സുകളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ പ്രത്യേകമായ റിജിഡ് സ്വഭാവമുള്ള സൂപ്പർ ഫൈബർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഈ എയർ ബൈക്കിന് മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുവാനും സാധിക്കും. വിലയെപ്പറ്റിയൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല എങ്കിലും ഏകദേശം $90,000 ആയിരിക്കും വില എന്ന് കരുതപ്പെടുന്നു. അതായത് നമ്മുടെ 77 ലക്ഷം ഇന്ത്യൻ രൂപ. പക്ഷേ ഈ വില കേട്ടൊന്നും ആരും ഞെട്ടേണ്ട കാര്യമില്ല കേട്ടോ. ഇതുപോലെ തന്നെ ആയിരുന്നു ആദ്യകാലത്തെ കാറുകളുടെയും എന്തിനേറെ സ്കൂട്ടറുകളുടെയും ഒക്കെ അവസ്ഥ. എന്നാൽ ഇന്ന് മിക്ക വീട്ടിലും 2-ലധികം കാറുകളുള്ള അവസ്ഥയാണ് എന്ന് ഓർക്കണം. തോമസ് പാറ്റാൻ എന്ന പോളിഷ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ 2017 ആരംഭിച്ച കമ്പനിയാണ് ജെറ്റ്സൺ. ഈ കമ്പനിയുടെ ആദ്യ EVTOL അല്ലെങ്കിൽ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് വാഹനമായിരുന്നു ജെറ്റ്സൺ 1 എന്ന ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ക്വാഡ് കോപ്റ്റർ. അതിന് ഇപ്പോൾ അവർ ഇറക്കിയിരിക്കുന്ന വോളനട്ടിനേക്കാൾ വലിപ്പവും ഭാരവും ഒക്കെ ഉണ്ടായിരുന്നു. 2020 ഇവരുടെ കമ്പനി കൂടുതൽ സൗകര്യത്തിനായി പോളണ്ടിൽ നിന്നും ഇറ്റലിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. 100 കിലോമീറ്റർ വരെ വേഗം ആർജിക്കുവാൻ കഴിയുന്ന ജെറ്റ്സൺ 1 ലിഥിയം ബാറ്ററിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ വോളനട്ടിന്റെ ഇന്ധനം എന്തായിരിക്കും എന്ന് ഇതുവരെയും കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. പണ്ട് നമ്മൾ സ്റ്റാർ വാർ പോലുള്ള സയൻസ് ഫിക്ഷൻ സിനിമകളിലൂടെ മാത്രമാവും ഇങ്ങനെ ഒരു വാഹനം കണ്ടിട്ടുണ്ടാവുക. സിനിമയിൽ അതൊക്കെ ഗ്രാഫിക്സ് ആയിരുന്നുവെങ്കിൽ ഇന്നത് നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരെ കടന്നിരിക്കുന്നു എന്ന് വേണം പറയുവാൻ. നിലവിൽ ഇപ്പോൾ കമ്പനി നമ്മളെ കാണിച്ചിരിക്കുന്ന ഈ എയർ ബൈക്ക് ഒരു പ്രോട്ടോടൈപ്പ് ആണ്. അതൊരു വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. എങ്കിലും പല സാഹചര്യങ്ങളിലൂടെ, അതായത് ഒരു ചെറിയ ഒരു വനത്തിലൂടെയും ഒരു ഓപ്പണായ ഒരു ഏരിയയിലൂടെയൊക്കെ ഒരു പൈലറ്റിനെ വെച്ച് അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ വെച്ച് ഇത് പറത്തിക്കുവാൻ സാധ്യമായ ഒരു കണ്ടീഷനിലാണ് ഇപ്പം ഇറക്കിയിരിക്കുന്നത്. എങ്കിലും ഇത് നമുക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. നിലവിൽ ഈ എയർ ബൈക്കിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഏവിയേഷൻ ലൈസൻസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പൈലറ്റ് ലൈസൻസ് ഒന്നും ഇല്ലാതെ നമുക്ക്
സ്വതന്ത്രമായി ഓടിക്കുവാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ. നിലവിൽ ഇറ്റലിയിലെ സർക്കാരുമായി യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ട് കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. 2017 വോളനട്ടിന്റെ മാതൃ കമ്പനിയായ ജെറ്റ്സന്റെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ ഏകദേശം 2022 അല്ലെങ്കിൽ ഈ കാലഘട്ടം 2024 ഒക്കെ ആയപ്പോൾ പ്രൊഡക്ഷൻ രീതിയിലേക്ക് കമ്പനി എത്തിയിട്ടുണ്ട്. നമ്മൾ വെബ്സൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുക്കിംഗിന്റെ ഒക്കെ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതുപോലെ ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് ആയ വാഹനം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് വാങ്ങിക്കാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചേരുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഭാവിയിൽ എന്തായാലും ഈ എയർ ബൈക്കുകളൊക്കെ നമുക്ക് താങ്ങാനാവുന്ന വിലയിൽ നമ്മുടെ സാധാരണ ബൈക്ക് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ മറ്റൊരു നല്ല നാളെയെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ഓട്ടോറോള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് അമർത്തുവാൻ മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.